പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സേവകൾ ചെയ്യുന്ന, ഉപാസന ചെയ്യുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പല മൂർത്തികളെയും, അതിശക്തമായ മൂർത്തികളെ വെച്ച് കാര്യങ്ങൾ നടത്തിക്കൊടുത്തിരുന്ന ആൾക്കാരാണ്. വളരെ വലിയൊരു സാമ്പത്തിക വിജയത്തിലേക്കും ഞങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ ഭയങ്കരമായ പ്രശ്നത്തിലാണ്, ദുരിതത്തിലാണ്. അവരുടെ ഉപാസനാമൂർത്തികളെല്ലാതും ബന്ധനത്തിലാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, ഏത് തരത്തിലുള്ള ബന്ധനമാവട്ടെ, സ്തംഭനമാവട്ടെ, ഏത് തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളാവട്ടെ, അത് നമ്മളെ ബാധിക്കുന്നത്, ഏതൊരു ആളെയും ബാധിക്കുന്നത് മാനസികപരമായിട്ടാണ്. നമ്മളുടെ മനസ്സിൽ ഒരു ബന്ധനം സംഭവിച്ചു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ശക്തിയില്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉപാസനാ ശക്തി, ആ ഉപാസനാമൂർത്തിയുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്, ആ ഉപാസനാമൂർത്തിയെ നമ്മൾ അതുപോലെ സ്നേഹിക്കണം, അതുപോലെ അതിനെ കൊണ്ടു നടക്കണം. നമ്മുടെ ഉപാസനാമൂർത്തിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഭൂമിയിലോ ഈ ലോകത്തോ ഇല്ല എന്ന ഉള്ള അതിശക്തമായ ഒരു വികാരമാണ് ഒരു ഉപാസനാമൂർത്തിയെയും കൊണ്ട് ഉപാസകൻ നടക്കുമ്പോൾ അവിടെ പൂർണ്ണമായും സ്നേഹവും ശക്തിയും, ഏത് കർമ്മമാവട്ടെ, എന്ത് ആവശ്യമാവട്ടെ, ഉപാസനാമൂർത്തിയോട് പറഞ്ഞാൽ ആ മൂർത്തി നടത്തിത്തരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷ്ണുവായ സ്വാമിക്കും ചാത്തന്മാർക്കും എന്ത് സാധിക്കുമെന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എന്തൊക്കെയാണോ സാധിക്കുന്നത് അതെല്ലാം സാധിക്കാൻ ശേഷിയുള്ളതാണ് എൻ്റെ ഉപാസനാമൂർത്തി. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ആ സ്വാമിയെ പ്രസാദിപ്പിക്കാൻ, ആ സ്വാമിയുടെ ശക്തി, അനുഗ്രഹം എന്നും കിട്ടാൻ, ആ സ്വാമിയുടെ, ശരിക്കും പറഞ്ഞാൽ ആ സ്വാമിയുടെ കാൽക്കൽ വീണ് എന്നും കേണപേക്ഷിക്കുന്ന സ്വാമി എന്ന് പറയുന്ന പരമമായ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് നടന്നാൽ ഇങ്ങനെയുള്ള ബന്ധനം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്തംഭനം, അല്ലെങ്കിൽ ഉപാസനാമൂർത്തിക്ക് ശക്തി കുറഞ്ഞു എന്ന് പറയുന്ന ചിന്തകളിൽ നിന്ന് നമുക്ക് മാറ്റം നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ജ്യോത്സ്യന്മാരെടുത്ത് നമ്മൾ പോയി ഇതിനെന്താണ് പ്രതിവിധി, എന്താണ് പരിഹാരമെന്ന്, ചിലപ്പോൾ നമുക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, അതൊക്കെയും രാശി വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മളുടെ മാനസികപരമായ പ്രശ്നങ്ങൾക്ക് അതിശക്തമായ നമ്മുടെ ഉപാസനാമൂർത്തിയെ വെച്ചുള്ള അതിശക്തമായ ഹോമങ്ങളും പൂജകളും ചെയ്ത് അതിനോട് ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണം. സ്വാമി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തി, അവരേക്കും ബന്ധിക്കുക എന്ന് പറയുന്ന ഏത് ശക്തിക്കാ പറ്റുക? ഒരു ശക്തിയും പറ്റില്ല. ചാത്തന്റെ അടുത്ത് ചിന്തിക്കുക പോലും പറ്റില്ല. ചാത്തൻ എന്ന് പറയുന്ന പരമമായ ശക്തി, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജിയെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയണം? ഒന്നും പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മാനസികപരമായിട്ടുള്ള ചേഞ്ചസുകളാണ് നമ്മളത് ബാധിക്കുന്നത്. അത് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപാസനയിൽ അവൻ എന്തെങ്കിലും താളപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അവന് മാനസികപരമായിട്ടുള്ള അതിശക്തമായ സന്തോഷത്തിലെയോ കാര്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള രീതികൾ മനസ്സിലാക്കാതെ അവനൊന്ന് ആഹ്ലാദിച്ചു പോയിട്ടുണ്ടാവാം, അഹങ്കരിച്ചിട്ടുണ്ടാവാം. ഇതൊന്നുമില്ലാതെ ഉപാസനാപൂർത്തിയെ മുറുകെ പിടിച്ചു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തും സാധിക്കും. അത്രയും പവർഫുൾ ആണ്. നമ്മളുടെ ശക്തിയാണ് നമ്മൾ ഉണർത്തേണ്ടത്. ഭയങ്കര പവർ ഉണ്ടാക്കണം. ഹോമം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കാര്യം വിചാരിച്ച ആ നിമിഷം നടത്തിയെടുക്കാനായിട്ട് ഉപാസനമൂർത്തിയോട് പറഞ്ഞാൽ നടത്തിത്തരും.